അമൃത് വേണി എലിക്സർ എന്നൊരു പേര് നമ്മൾ പെട്ടെന്ന് കേൾക്കുന്നു, സഹ്യാദ്രി എന്ന് വേറൊരു പേര് കേൾക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇത് പുതിയൊരു സ്ഥാപനം, പുതിയൊരു പ്രൊഡക്റ്റ് എന്ന അപരിചിതത്വം കൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് പരിചിതമായ മറ്റു പല പേരുകൾ കേൾക്കുന്നു. ഉജാല, ജ്യോതി ലാബറട്ടറി, ശ്രീരാമചന്ദ്രൻ, അങ്ങനെ പല പേരുകൾ. നമ്മൾ അതോടെയാണ് അതിലേക്ക് കൂടുതൽ കൺ തുറന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമ്മളിന്ന് നേരിട്ട് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ എത്തിയിരിക്കുകയാണ്. പതിവ് പോലെ ബോംബെയിൽ നമുക്ക് പോകേണ്ടി വന്നിട്ടില്ല, അദ്ദേഹം ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ. നമുക്ക് ഈ പുതിയ പ്രൊഡക്റ്റിനെ കുറിച്ച്, ഇതിൻ്റെ പിന്നിൽ എന്താണ് ഇങ്ങനെ പുതിയൊരു പ്രൊഡക്റ്റ് വരുന്നത്, അതിനിങ്ങനെ ഒരു പേര്, അതിൻ്റെ ഉപയോഗക്രമം, ഇതേക്കുറിച്ചൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കാം. ാണ് സാധാരണഗതിയിൽ എല്ലാ ബിസിനസ്സുകാരും അവരൊരു പ്രൊഡക്റ്റ് പോയി അവർ കംഫർട്ടബിൾ വിത്ത് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, എല്ലാം ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യം ചിന്തിക്കുക, അത് കോൺഫിഡൻസോടെ പ്രാവർത്തികമാക്കുക. അതൊക്കെ ഒന്ന് വിശദീകരിക്കാമോ, അതെങ്ങനെയാണ്? ഞാൻ ചെയ്തിരുന്നത് ജ്യോതി ലാബ്. ഞാനതിനെ ജനിപ്പിച്ചു, വളർത്തി, ഇതുവരെയായി. ഓക്കെ, ഇനിയിപ്പോൾ അത് എൻ്റെ മോള് ജ്യോതി ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ആക്ടിവിറ്റി വേണം. ഇതാണ് എൻ്റെ ആദ്യത്തെ ചിന്തിച്ചത്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരിക്കലും ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കാൻ പാടില്ല. എൻ്റെ ഈ തരത്തിലൊരു പ്രൊഡക്റ്റ് ഒരുപാട് കാലമായിട്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. അതായത് നമ്മുടെ ഹെയർ എന്ന് വെച്ചാൽ വളരെ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മളൊരു ഫേസ്, ആ ഫേസിന് ഒരു ചാമ്യം കൊടുക്കണമെങ്കിൽ ഈ ഹെയറിനെ പറ്റുള്ളൂ. ഹെയർ ഇല്ലാത്ത ഒരു ഫേസ് ആലോചിച്ച് നോക്കി. സോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള എണ്ണകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ന്യൂ ജനറേഷൻ്റെ ചില ആസ്പിറേഷൻസ് ഉണ്ട്. അവർക്ക് എണ്ണ ചിലപ്പോൾ പറ്റില്ല, തീരെ പണ്ടത്തെ സ്റ്റൈലല്ല, ടോട്ടലി ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. പക്ഷേ ഇതിനൊക്കെ വന്നതിന് ശരി നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യം വേണം. അതില്ലാച്ചെങ്കിൽ കൊഴിയും, പിന്നെ ഹെറിഡിറ്റി അനുസരിച്ച് കുഴയാം, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ഈ മുടി കൊഴിച്ചിലിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്, എല്ലാ കാലത്തും പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പലതും ഉപയോഗിച്ചു. ഓക്കെ, പക്ഷേ എനിക്ക് ഈ കഷണ്ടി വന്നു. അപ്പോൾ ഇത് ഒരു ശ്രമം മാത്രമാണ്. ഫ്യൂച്ചർ ജനറേഷനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമോ? കാരണം കഷണ്ടി വന്നാൽ ഒരിക്കലും പിന്നെ അവിടെ മുടി വരില്ല. കാരണം ആ ഫോളിക്കിൾസ് അടഞ്ഞു കഴിഞ്ഞു, പെർമനൻ്റായിട്ട് അടഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനെ നമ്മളെ എങ്ങനെ സ്ഥിരമായിട്ട് രക്ഷിക്കാം എന്നുള്ള ചിന്താഗതി, ഇങ്ങനെ ഓരോരോ ചിന്തകളിൽ നിന്നാണ് ഓരോരോ ഇൻവെൻഷൻസ് വരുന്നത്. വേൾഡ് ടോട്ടലി ഡെവലപ്പിംഗ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് തിങ്കിങ്, ഇനീഷ്യൽ തിങ്കിങ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 2-3 വർഷം മുമ്പ് തന്നെ ഇത് പൂട്ടിക്കിടക്കായിരുന്നു. പക്ഷേ ലാബുണ്ടായിരുന്നു, പണ്ടത്തെ ലാബുണ്ടായിരുന്നു ഒരുപാട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സയൻറ്റിസ്റ്റുകളെ വിളിച്ചു. ഐ വാണ്ട് ടു ഹാവ് ദിസ്. അപ്പോൾ അവരുടെ ആശയങ്ങൾ പറഞ്ഞു. അതിൽ ഞാൻ ഓരോരോ ആശയങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ ഇതുപോലെ ആക്കി തീർത്തു. കാതലായിട്ടുള്ള മുടി, അത് സ്കാൽപ്പിലത്തെ മുടി, മറ്റുള്ള ശരീരത്തിലത്തെ ഇതല്ല. ആ മുടിയുടെ സ്ട്രക്ചറിനെ കുറിച്ച് ടോട്ടൽ പഠിച്ച്, ഞാനൊരു സയൻറ്റിസ്റ്റ് അല്ല, അതേ സമയത്ത് സയൻറ്റിസ്റ്റുകളുടെ ഒരുവിധ നോളജുകളൊക്കെ അബ്സോർബ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ ഇത് പറ്റും. ആ തരത്തിലുള്ള സയൻറ്റിസ്റ്റുകളെ ഞാൻ ഏർപ്പാടാക്കി. ബയോടെക്നോളജിസ്റ്റ്, അതുപോലെ നമ്മുടെ അലോപ്പതിയിൽ തന്നെ ഡെർമറ്റോളജിസ്റ്റ്, അതിൽ ട്രൈക്കോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തത്. എൻ്റെ ഒബ്ജക്റ്റീവ് അതാണല്ലോ. അത് വെച്ചിട്ട് നമ്മൾ ന്യൂ സയൻസ് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് നമ്മൾ നോക്കി. അങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇറ്റ് ടുക്ക് അബൌട്ട് മോർ ദാൻ 3 years ടു ഡു ദാറ്റ്. 3 years ആയിട്ട് ഈ മുടി ഉറപ്പായി വരുന്നിട്ട് രാമചേട്ടൻ പരീക്ഷിച്ചില്ലേ? അപ്പോൾ എല്ലാവരും ഇത് കാണാൻ കഴിക്കും, എന്നിട്ട് എന്താ ഈ പറയുന്ന ആൾ മുടിയില്ലാണ്ട്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വയസ്സെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോരായി. ഓക്കെ, അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും സമൂഹത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് പോകണം. എൻ്റെ ഫിസിക്കൽ ഇത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇനിയിപ്പോൾ അവിടെ ഒന്നും വരാനില്ല. ഓക്കെ, ദാറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ബൈ ദി നേച്ചർ. അത് ഏകദേശം ഒരു 60 years വരെയൊക്കെ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതിലും ഈ ബാൾനെസ് വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ പറയാറില്ലേ, കഷണ്ടിക്കും പിന്നെ വേറെ ഒന്നിനും മരുന്നില്ല എന്ന് പറയല്ലേ? വരാതിരിക്കാനായിട്ട് മൈ ടീം ഈസ് അറ്റ് ദി ഗ്ലോറി ഓഫ് യുവർ ഹെയർ. ഹെയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഹയസ്റ്റ് എസ്റ്റീം കൊടുത്തിട്ട് വയ്ക്കാം. ബിക്കോസ് അതാണ് എൻ്റെ ഇത്. ഇപ്പോൾ ഹെയർ ഫോളിന് ഞാൻ അഡ്രസ് ചെയ്യുന്നില്ല. ഹെയർ ഫോൾ എങ്ങനെ നാച്ചുറലായിട്ട് ഹെയർ ഫോൾ ഉണ്ട്. അതായത് ഒരു ഹെയറിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 2 to 6 years ആണ്. അപ്പോൾ നമ്മുടെ ആവറേജ് പിടിക്കുകയാണെന്ന് വെച്ചാൽ ഒരു 4 years എന്ന് വിചാരിക്കുക. ഈ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 4 years അത്
വീണു പോകും. ആ സ്ഥലത്ത് വേറെ വരണം, അതിനുള്ള പോഷകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ആ ഹെയർ ഫോളിക്കിൾ അടഞ്ഞിക്കഴിഞ്ഞാൽ പിന്നെ പോയി. തിന്നിങ് ഓഫ് ഹെയർ എന്ന് പറഞ്ഞാൽ അതായത് മുടി നമ്മൾ പറയാം അതിന്റെ കട്ടി പോകും, ഉള്ളു പോയി എന്ന് പറയുന്ന ആ പ്രശ്നം വരുമ്പോ ഇത് കറക്റ്റ് ആയിട്ട്. അതെ, ഉള്ളു പോവാന്ന് പറയുന്നതിൽ 2 തരത്തിലുണ്ട്. ഒന്ന്, ഈ മുടി നമ്മുടെ വളരെ സ്ലെൻഡറായി തീരും, അതായത് അതിൻ്റെ ശക്തി കുറഞ്ഞ് ഒരു തിന്നാവും, തിന്നിങ് ഓഫ് ദി ഹെയർ. അതല്ലെങ്കിൽ പിന്നെ അവിടെ കൊഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒരു ലക്ഷം 1.25 ലക്ഷം ഹെയർ ഫോളിക്കിൾസ് നമ്മുടെ തലയിലുണ്ടെങ്കിൽ ഒരു 10% to 15% എപ്പോഴും അത് കൊഴിഞ്ഞു പോയിട്ട് പിന്നെ ഒരിക്കൽ കൊഴിഞ്ഞു പോയാൽ വരാനായിട്ട് ഒരു 4 months പിടിക്കും, 3 to 4 months. ചില ആൾക്കാരുടെ ശരീര പ്രകൃതി അനുസരിച്ച് 3 to 4 months. അല്ലാണ്ട് ഇന്ന് കൊഴിഞ്ഞു നാളെ വരുമൊന്നുമില്ല. അപ്പോൾ ഞാൻ മുടി വരുന്ന പറഞ്ഞിട്ട് ഇപ്പം ഇന്ന് തേച്ചിട്ട് നാളെ തൊട്ട് കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. സോ ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഓൺ ടൈം. അത് പ്രകൃതിയുടെ അതാണ്. അത് 4 മാസം എന്നുള്ളത്. അപ്പോൾ ആ 4 മാസം കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തേക്ക് വരും. അത് പിന്നെ കുറച്ച് വളർന്നു ഒരു മാസത്തിൽ 1.25 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വളർച്ച സാധാരണ രീതിയിൽ ചെയ്തിരിക്കുന്നത്.